മലപ്പുറം മൂത്തേടത്ത് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സരോജിനിയുടെ മൃതദേഹം സംസ്കരിച്ചു. ഉച്ചക്കുളം പൊതുശ്മശാനത്തിലായിരുന്നു സംസ്കാരം. സരോജിനിയുടെ കുടുംബത്തിന് സാമ്പത്തിക സഹായം ഉടൻ കൈമാറുമെന്ന് അധികൃതർ അറിയിച്ചു. മഞ്ചേരി മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ സൂക്ഷിച്ച മൃതദേഹം രാവിലെ ബന്ധുക്കൾ ഏറ്റുവാങ്ങി. മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷം 12 മണിയോടെ ഉച്ചക്കുളം പൊതുശ്മശാനത്തിൽ മൃതദേഹം സംസ്കരിച്ചു. വന്യമൃഗശല്യം പരിഹരിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് മൂത്തേടം പഞ്ചായത്ത് പ്രസിഡന്റ് പി ഉസ്മാൻ. സരോജിനിയുടെ കുടുംബത്തിന് സാമ്പത്തിക സഹായത്തിന്റെ ആദ്യ ഗഡു ഉടൻ നൽകും. എന്തായാലും ഇവർക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്യാൻ ഞങ്ങൾക്ക് ബാധ്യസ്ഥരാണ്. മാനുഷികമായ പരിഗണന അവർക്ക് കിട്ടേണ്ടതുണ്ട്. ആവശ്യമായ സഹായങ്ങൾ കിട്ടേണ്ടതുണ്ട്. ഈ തുക വർദ്ധിപ്പിക്കാൻ ഇപ്പോൾ 10 ലക്ഷം രൂപയാണ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. അത് വർദ്ധിപ്പിക്കാൻ വേണ്ടി ആവശ്യമായ നടപടികളുമായി മുന്നോട്ട് പോകുന്നതിനുള്ള നിവേദനങ്ങൾ കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പോത്തിനെ മേയ്ക്കാൻ പോയപ്പോഴാണ് വനത്തിനുള്ളിൽ കാട്ടാനാക്രമണത്തിൽ സരോജിനി കൊല്ലപ്പെട്ടത്. വന്യമൃഗശല്യത്തിനെതിരെ നടപടി ആവശ്യപ്പെട്ട് മൃതദേഹവുമായി പ്രതിഷേധിച്ച പ്രദേശവാസികളെ സബ് കളക്ടർ എത്തിയാണ് അണുനയിപ്പിച്ചത്. തുടർച്ചയായുള്ള വന്യമൃഗാക്രമണത്തിൽ പ്രതിഷേധിച്ച നിലമ്പൂർ മണ്ഡലത്തിൽ SDPI പ്രഖ്യാപിച്ച ഹർത്താൽ തുടരുകയാണ്. 24 മലപ്പുറം.